ഇരുട്ടിൽ നിന്ന് അവൾ വെളിച്ചത്തിലേക്ക്. ഒന്ന് പറയേട്ടാ അച്ഛനോട്, എനിക്ക് ഇനിയും പഠിക്കണം. ഡിഗ്രിക്ക് നല്ല മാർക്ക് വാങ്ങിയതല്ലേ അച്ഛ, പ്ലീസ് അച്ഛ, എനിക്ക് പഠിക്കണം. ഇല്ല താര, നാളെ നിന്നെ പെണ്ണാണാൻ ഒരു കൂട്ടർ വരും. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നിന്റെ വിവാഹം നടത്തും. ശ്യാം അവൻ നല്ലവനാണ്, ഡോക്ടറാണ്, നല്ല കുടുംബവുമാണ്. ഒരു മകനും ഒരു മകളും പിന്നെ അമ്മയും മാത്രമുള്ള കുടുംബമാണ്. പേര് കേട്ട തറവാട്ടുകാരാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ നിന്റെ വിവാഹം നടത്തും. ഇത് കേട്ട താരയുടെ ആങ്ങള പറഞ്ഞു, വിധു, അച്ഛാ താര കുറച്ചുകൂടി പഠിച്ചോട്ടെ അച്ഛാ, അവള് നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ. വിധു, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, പഠിച്ചാ മതി. PG പോലും കഴിഞ്ഞിട്ടില്ലല്ലോ നിന്റെ. ആദ്യം നീ പോയി പഠിച്ച് ജോലി വാങ്ങിക്കേ, എന്നിട്ട് മതി എന്നെ പഠിപ്പിക്കാൻ വരുന്നത്. അല്ലെങ്കിലും പെൺകുട്ടികൾ പഠിച്ചിട്ടെന്തിനാ? മക്കളെ പ്രസവിക്കാനോ വളർത്താനോ ഇപ്പോഴുള്ള പഠിപ്പ് തന്നെ ധാരാളം. ഇതെല്ലാം കേട്ടുകൊണ്ട് താരയുടെ അമ്മ ഒരക്ഷരം പോലും പറയാൻ കഴിയാതെ കണ്ണു നിറച്ച് നിന്നതേയുള്ളൂ. അല്ലെങ്കിലും അവർക്ക് ആ വീട്ടിൽ സ്വന്തമായ അഭിപ്രായമോ ശബ്ദമോ ഇല്ല. ഒരു പരിധിവരെ എല്ലാ വീട്ടമ്മമാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയല്ലേ. പല വീടുകളിലും സ്ത്രീകൾക്ക് അഭിപ്രായമില്ല, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ ആരും അംഗീകരിക്കാറുമില്ല. അടുത്ത ദിവസം പെണ്ണ് കാണാൻ വരുന്നവർക്ക് മുന്നിൽ താര അണിഞ്ഞൊരുങ്ങി റെഡിയായി വന്നു നിന്നു. വന്നവരെല്ലാം അവളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. സുന്ദരിയായിരുന്നു താര. വിടർന്ന കണ്ണും ഭംഗിയുള്ള മൂക്കും ചെഞ്ചുവപ്പായ അധരങ്ങളും ഭംഗിയുള്ള ആകാരവടിവും അവളെ എല്ലാവരും തന്നെ കണ്ണടയ്ക്കാതെ നോക്കി നിന്നു. ശ്യാം അവളെ പുഞ്ചിരിയോടെ നോക്കി. ഇനി പെണ്ണിനും ചെക്കനും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ എന്ന വാക്കിൽ ശ്യാം പുറത്തേക്ക് പോയി. അവന് പിന്നാലെ താരയും. താര എന്നല്ലേ പേര്? അതെ, എൻ്റെ പേര് ശ്യാം. ഞാൻ KM ഹോസ്പിറ്റലിലാണ്, അവിടെ പീഡിയാട്രീഷ്യനാണ്. അന്നൊരു ദിവസം ഒരു ആക്സിഡന്റിൽപ്പെട്ട കുട്ടിയുമായി താൻ വന്നിരുന്നില്ലേ ആശുപത്രിയിലേക്ക്? അന്നാണ് ഞാൻ താൻ ആദ്യമായി കാണുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ വീടെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി തന്നെ സ്വന്തമാക്കണമെന്ന് കരുതിയതും. തനിക്കും ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരിക്കും അല്ലേ? ഒന്നിനും ഞാൻ തടസ്സമാവില്ല. എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി കേട്ടോ. പിന്നെ തൻ്റെ പഠനവും തുടരാം. ഞാൻ വിവാഹം കഴിച്ചെന്ന് കരുതി തൻ്റെ പഠിത്തം ഒന്നും നിർത്തണ്ട എന്ന് പറഞ്ഞ് ശ്യാം തിരിഞ്ഞു നടന്നു. ശ്യാമിൻ്റെ ആ സംസാരം താരയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. അവളുടെ ചുണ്ടിൽ അവൾ അറിയാതെ തന്നെ ഒരു പുഞ്ചിരി വിടർന്നു. അവളെ പഠിക്കാൻ വിടുന്ന അവൻ്റെ വാക്കുകൾ അവളെ സന്തോഷിപ്പിച്ചു. വിവാഹം കഴിഞ്ഞാലും പഠനം തുടരാമല്ലോ എന്നവൾ ആശ്വസിച്ചു. അത് പ്രകാരം അച്ഛൻ വിവാഹം ഉറപ്പിച്ചപ്പോൾ അവൾ എതിർത്തില്ല. അവൾക്ക് നേരിയ ആശ്വാസം തോന്നി. വിധുവേട്ട, അദ്ദേഹം എന്നോട് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയാവില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞാലും എനിക്ക് പഠിക്കാം. ഏട്ടൻ ഇനി വിഷമിക്കേണ്ട കേട്ടോ. എന്തായാലും ഇക്കൊല്ലത്തോടെ ഏട്ടൻ്റെ പഠനം കഴിയുമല്ലോ. പിന്നെ ഏട്ടൻ വിവാഹം കഴിഞ്ഞാൽ ഒരിക്കലും അച്ഛനെപ്പോലെ ഒരു ഭർത്താവോ അച്ഛനും ആകാതിരിക്കാൻ ശ്രമിക്കണം. ഇത്രയും പറഞ്ഞാണ് അവൾ അന്ന് ഉറങ്ങാൻ പോയത്. ദിവസങ്ങൾ മാറ്റമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അവളുടെ ഡിഗ്രി റിസൾട്ട് വന്നു. അവളായിരുന്നു യൂണിവേഴ്സിറ്റി ടോപ്പർ. പക്ഷേ വിവാഹത്തിന് ശേഷം പഠിച്ചാൽ മതി എന്ന അവളെ ചേരാൻ പോലും അവളുടെ അച്ഛൻ സമ്മതിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ശ്യാമിൻ്റെ അമ്മ വരുന്നത്. മോളെ, വീടിൻ്റെ അടുത്തുള്ള കോളേജിൽ മോൾക്ക് സീറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. PC ആയിരുന്നില്ലേ മോള്? MCAക്ക് സീറ്റ് ശരിയാക്കിയിട്ടുണ്ട്. അച്ഛൻ്റെ കൂട്ടുകാരനായ പ്രഭാകരനാണ് ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ. ശ്യാം എല്ലാം വിളിച്ചു പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. നാളെ നമുക്ക് പോയി ചേരാൻ കേട്ടോ. മോള് റെഡിയായി നിന്നേക്കണേ എന്ന് പറഞ്ഞ് ആ അമ്മ അവളുടെ തലയിലൂടെ പതിയെ തഴുകി ശേഷം കാറിൽ കയറിപ്പോയി. അടുത്ത ദിവസം തന്നെ ശ്യാമിൻ്റെ അമ്മ അവളെ കോളേജിൽ ചേർത്താനായി വന്നു. അവൾ അവരുടെ കൂടെ യാത്രയായി. കോളേജിൽ ചേർന്നു. അവൾ ഒത്തിരി സന്തോഷിച്ചു. പ്രിൻസിപ്പൽ ഇവൾ യൂണിവേഴ്സിറ്റി ടോപ്പറാണെന്ന് കൂടി അറിഞ്ഞതോടെ MCAക്ക് റാങ്ക് വാങ്ങണമെന്ന് ഓർമ്മിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ ഏതുമില്ലാതെ കടന്നുപോയി. വിവാഹം നാളെയാണ്. വിവാഹത്തിൻ്റെ തിരക്കിലാണ് എല്ലാവരും. സ്വർണമെന്നൊന്നും ശ്യാമോ വീട്ടുകാർ ചോദിച്ചിരുന്നില്ല. എങ്കിലും താരയുടെ അച്ഛൻ ഒരു കുറവുമില്ലാത്ത വിധം 50 പവൻ സ്വർണം അവൾക്കായി വാങ്ങി. ഇതെല്ലാം കണ്ട് താരയുടെ ഏട്ടൻ വിധു പറഞ്ഞു, അച്ഛന് ഇത്രയും സ്വർണം കൊടുക്കാൻ മനസ്സുണ്ടല്ലോ. എങ്കിൽ അവൾക്ക് പഠിച്ചൊരു ജോലി കിട്ടുന്നവരെ അവൾ വീട്ടിൽ നിർത്തിക്കൂടായിരുന്നു അച്ഛാ? എന്തിനാണ് ഇത്ര വേഗം ഒരു വിവാഹം നടത്തിയത്? മോനെ, പെൺമക്കൾ വീട്ടിലുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്ക് സമാധാനം ലഭിക്കില്ല. അവളുടെ വിവാഹം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. അച്ഛനും സമാധാനമാവും.
ഒരു പെൺകുട്ടി കല്യാണം കഴിയാതെ വീട്ടിലുണ്ടെന്ന് വെച്ച് എന്തിനാണ് അച്ഛാ ഇങ്ങനെ സമാധാനം ഇല്ലാതിരിക്കുന്നത്? ഒരു ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം വിവാഹമാണോ? അല്ല, ഒരിക്കലും അല്ല. ഒരു മകൾക്ക് അല്ലെങ്കിൽ ഒരു പെൺമക്കൾക്ക് അതിനപ്പുറം ഒരു സ്ത്രീക്ക് വേണ്ടത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയാണ്. അതിനെന്താ മോനെ, ശ്യാം പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛനൊന്നും ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ അമ്മയെ തന്നെ അച്ഛൻ കണ്ടിട്ടില്ലേ? അമ്മയ്ക്ക് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ താരയ്ക്ക് ഇനി പകരം വയ്ക്കാൻ കഴിയാത്തത്ര ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും, മരുമകളായും ഭാര്യയായും. അതിനിടയിലൂടെ വേണം ഇനി അവൾക്ക് പഠിക്കാൻ. നീ ഒന്നും പറയേണ്ട വിധം, അവൾ വിവാഹം കഴിഞ്ഞാലും പഠിച്ചോളൂ. ഇനി അതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട എന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ കിടക്കാൻ പോയി. അടുത്ത ദിവസം രാവിലെ ഒരുങ്ങി സുന്ദരിയായി താര വന്നു. കതിർ മണ്ഡപത്തിലേക്ക് അവളെ ചേർത്ത് പിടിച്ച് കൈപിടിച്ച് കയറ്റിയത് അവളുടെ സ്വന്തം വിധുവേട്ടൻ തന്നെയായിരുന്നു. ശ്യാം താലി കെട്ടിയതിന് ശേഷം അവളുടെ നെറുകിൽ സിന്ദൂരം ചാർത്തി. താലികെട്ടിന് ശേഷം നെറുകിൽ സിന്ദൂരം ചാർത്തിയതിന് ശേഷം താരയുടെ കൈ അവളുടെ അച്ഛൻ ശ്യാമിൻ്റെ കയ്യിലേക്ക് ചേർത്ത് വച്ചു. അങ്ങനെ അവൾ യാത്രയാകാറായി. ഏട്ടൻ അവൾ ഇറങ്ങുന്നതിന് മുമ്പ് ചേർത്ത് പിടിച്ചു പറഞ്ഞു, മോള് ഏട്ടൻ ഒരിക്കലും ഒരു ബാധ്യതയാവില്ല കേട്ടോ. ഏട്ടൻ എത്രയും വേഗം ഒരു ജോലി നേടും. എൻ്റെ മോളെ വിഷമിക്കരുത്, സന്തോഷത്തോടെ ഇരിക്കണം. ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും തോന്നരുത്. എന്തിനും ഏട്ടൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. അങ്ങനെ ആ വീടിൻ്റെ പടി അവൾ ആദ്യമായി വലതുകാൽ വെച്ച് കയറി പുഞ്ചിരിയോടെ. അപ്പോഴും ശ്യാം അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ രാത്രിയിൽ അവളെ അമ്മ പാലുമായി ശ്യാമിൻ്റെ മുറിയിലേക്ക് പറഞ്ഞയച്ചു. ഭയത്തോടെ അവൾ പതിയെ മുറിയിലേക്ക് കടന്നു. പെട്ടെന്ന് അവൾ മുറിയിലെ അവസ്ഥ കണ്ട് ഭയന്നുപോയി. മുറിയിൽ നേരത്തെ കണ്ടതുപോലെ ഒന്നുമായിരുന്നില്ല. സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരുന്നു. കണ്ണ് ചുവന്ന് അവളെ ക്രൂരമായ ഭാവത്തോടെ നോക്കി നിൽക്കുന്ന ശ്യാമിനെ കണ്ടതും താര ഭയന്നുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ ആ 20കാരി പേടിച്ചു വിറച്ചു. അവളെ കണ്ടതും കയ്യിലെ പാൽ ശ്യാം തട്ടിയെറിഞ്ഞു. എന്നിട്ട് അയാൾ അവളുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് ശക്തമായി ചുമരിലടിച്ചു. ബോധം നഷ്ടപ്പെട്ട അവൾ ഒരു താമരത്തണ്ട് പോലെ വാടി തളർന്നു വീഴുന്നത് ഒരു ക്രൂരമായ പുഞ്ചിരിയോടെ ശ്യാം നോക്കി നിന്നു. ശേഷം കയ്യിലേക്ക് പുഞ്ചിരിയോടെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരുന്നു. അടുത്ത ദിവസം മുഖത്തേക്ക് വെളിച്ചമടിച്ചപ്പോൾ താര പതിയെ കണ്ണു തുറന്നു. അവൾ എണീറ്റ് തലേദിവസത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നതും അവൾ ഭയന്ന് ചുറ്റും നോക്കി. പക്ഷേ അവിടെ ശ്യാമിനെ കണ്ടില്ല. പെട്ടെന്ന് അവൾ ചിന്തിച്ചു, ശരിയാണ്, ഞാനത് ചിന്തിക്കേണ്ടതായിരുന്നു. കാരണം വിവാഹം ഉറപ്പിച്ചു എന്നല്ലാതെ അയാൾ ഒരിക്കലും തന്നെ വിളിച്ചിരുന്നില്ല എന്ന് താര വിഷമത്തോടെ ഓർത്തുപോയി. അദ്ദേഹത്തിൻ്റെ തിരക്കൊണ്ടാണ് വിളിക്കാത്തതെന്ന് അമ്മയുടെ വാചകം അവൾ വിശ്വസിച്ചു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആ പാവം അവിടെ ഭയന്നിരുന്നു. പെട്ടെന്നാണ് വാതിൽ തുറന്ന് ശ്യാം അകത്തേക്ക് വന്നത്. അവളെ കണ്ടപാട്, താര എഴുന്നേറ്റോ? പോയി ഫ്രഷ് ആയിട്ട് പാടോ. എനിക്കിന്ന് ലീവില്ല കേട്ടോ, ആശുപത്രിയിലേക്ക് പോകണം. അതുകൊണ്ട് താൻ ഫ്രഷായി വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഞാൻ പോകും വഴി തന്നെ കോളേജിലേക്ക് ആക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് ശ്യാം മുറിയിൽ നിന്ന് നടന്നുപോയി. ഇന്നലെ ഇത്രയും സംഭവം ഉണ്ടായതൊന്നും അവൻ ഭാവിക്കാത്തത് കണ്ടപ്പോൾ, സ്നേഹസമ്പന്നനായ ഭർത്താവിനെ പോലെ സംസാരിക്കുന്നത് കണ്ടതും അവൾക്ക് ഭയം തോന്നി. എന്താണിത്? എന്താ ചെയ്യേണ്ടത്? ഇയാളെന്താ ഇങ്ങനെ? തുടങ്ങിയ 100 കൂട്ടം ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ അവൾ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിക്കാനായി കുളിയെല്ലാം കഴിഞ്ഞു വന്ന താരയെ അമ്മ നോക്കി. എന്താ മോളെ, നെറ്റിയിലൊരു പാടുണ്ടല്ലോ, എന്തു പറ്റി? ശ്യാമിനെ താര നോക്കിയപ്പോൾ അവിടെ ഒരു ഭാവഭേദവും ഇല്ല. ഉടനെ അവൾ പറഞ്ഞു, ഇന്നലെ ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ കാൽ വഴുതി ചുമരിൽ നെറ്റിയടിച്ചാണമ്മേ എന്ന് പറഞ്ഞ് അവൾ ഭക്ഷണം കഴിച്ചു. ശേഷം കോളേജിലേക്ക് പോയി. പുതിയ കോളേജ് ക്ലാസ്സുകളെല്ലാം അവൾക്ക് ഇഷ്ടമായി. അടുത്ത 2 ദിവസവും രാത്രിയിൽ ശ്യാം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾക്ക് വലിയ ആശ്വാസമായി. അങ്ങനെ ഒരു ദിവസം അവളുടെ കൂട്ടുകാരി പെട്ടെന്ന് തലകറങ്ങി വീണപ്പോൾ അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. അവിടെ ഏതാണ്ട് ഡോക്ടർമാർ എല്ലാം എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ശ്രദ്ധിച്ചു കേട്ടപ്പോൾ അവൾ ഞെട്ടിത്തരിച്ചുപോയി. നമ്മുടെ ശ്യാം ഡോക്ടർ വിവാഹം കഴിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണോ എന്തോ. എങ്ങനെയാ ഇതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ കൂടെ ആ പെൺകൊച്ച് കഴിയുന്നത്? അത് മാത്രമോ, രാത്രിയിൽ ഓരോ ദിവസം ഓരോ പെൺകുട്ടികളുടെ കൂടെയാ. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്. അതൊക്കെയാണ് സത്യവും.
പിന്നെ ഡോക്ടർ ഒരു സുന്ദരനാണല്ലോ, അതുകൊണ്ട് ആരും പറ്റില്ല എന്ന് പറയില്ലല്ലോ. എന്തായാലും കെട്ടിയ പെണ്ണിന്റെ വിധി ദൈവമേ നീ തന്നെ കാക്കണേ. ഇതെല്ലാം കേട്ട അവൾ ഒത്തിരി ഭയന്നുപോയി. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു. അവനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇത്രയും മറ്റ് സ്ത്രീകളോട് താല്പര്യമുള്ള അയാൾ എന്തുകൊണ്ടാണ് ഇതുവരെ എന്നെ തൊടാതിരുന്നത്? തുടങ്ങിയ നൂറുകൂട്ടം സംശയങ്ങൾ അവൾക്കുള്ളിൽ തലപൊക്കി. എല്ലാം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം രാത്രി ശ്യാമിന് കുടിക്കാനുള്ള പാലിൽ ഉറക്ക ഗുളിക കലക്കാൻ അവൾ മറന്നില്ല. ശ്യാമിനെ പാൽ കൊടുത്ത് അവൾ വേഗം ഉറങ്ങാൻ കിടന്നു. അവൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിയതായി ശ്യാമിന് തോന്നി. ഒരു വല്ലാത്ത ചിരിയോടെ അവളുടെ ആകാരവടിവുകൾ അവൻ നിരീക്ഷിച്ചു. എനിക്ക് നിന്നെ വേണം താര, പക്ഷേ അതിന് കുറച്ചുകൂടി സമയം വേണം. അത്രയും വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത്രയ്ക്കുള്ളതുണ്ടല്ലോ നീ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഗൂഢമായി ചിരിച്ചു. പിന്നീട് മാടിയടയുന്ന കണ്ണുകളെ പിടിച്ചു നിർത്താനാകാതെ ശ്യാം ഉറക്കത്തിലേക്ക് വീണു. കുറച്ചു സമയത്തിന് ശേഷം ശ്യാം ഉറങ്ങിയതായി തോന്നി താരയ്ക്ക്. പതിയെ അവൾ കണ്ണു തുറന്നു. അവളുടെ മൊബൈലെടുത്ത് എന്നിട്ട് സമയം നോക്കി. സമയം 12:30. അവൾ വേഗം അവൻ്റെ മൊബൈൽ എടുത്തു. എന്നിട്ട് അവൻ്റെ വിരൽ വെച്ച് ലോക്ക് തുറന്നു. വാട്സപ്പ് എടുത്ത് ഫോണിൽ പലതും പരതി. വാട്സപ്പിൽ നിന്നും ഫോണിലെ പല ഫോൾഡറുകളിൽ നിന്നും പല വിവരങ്ങൾ അവൾ അറിഞ്ഞു. ആ തിരിച്ചറിവിൽ ഞെട്ടിവിറച്ച് അവൾ ഭയന്നുകൊണ്ട് വേഗം മരിക്കാനായി കത്തിയെടുത്തു. പക്ഷേ പെട്ടെന്നുള്ള തോന്നലിൽ തന്നെ ഒരു ബാഗിൽ അവൾ അവളുടെ സർട്ടിഫിക്കറ്റും അവൾക്ക് അത്യാവശ്യം വേണ്ട 1-2 ഡ്രസ്സും സാധനങ്ങളും എടുത്തു വെച്ച് ഇരുട്ടിലേക്ക് കയ്യിലുള്ള കത്തിയുമായി ഓടിയിറങ്ങിപ്പോയി. അങ്ങനെ അടുത്ത ദിവസം ശ്യാം കണ്ണു തുറന്നപ്പോൾ അരികിൽ താരയെ കണ്ടില്ല. താഴേക്ക് പോയിരിക്കുമെന്ന് കരുതി അവൻ കുളിച്ച് ഫ്രഷായി താഴേക്ക് പോയി. അമ്മയോട് അന്വേഷിച്ചു. പക്ഷേ അവൾ അവിടെ ഇല്ലെന്ന വിവരം അവനെ ഞെട്ടിച്ചു. പിന്നീട് അവളെ തിരഞ്ഞുള്ള ദിനങ്ങളായിരുന്നു. എവിടെയും അവളെ കാണാനായില്ല. കോളേജിലെ അവളുടെ ഫ്രണ്ട്സിനോടും അവളുടെ വീട്ടിലും പരിചയമുള്ളവരോടും ബന്ധുക്കളുടെ അവിടെയും എല്ലാം അന്വേഷിച്ചു. അവളുടെ അമ്മയും ഏട്ടനും അച്ഛനും അവളെക്കുറിച്ച് അറിയാതെ ഒത്തിരി നീറി. ശ്യാമിൻ്റെ സങ്കടം നിറഞ്ഞ മുഖം കണ്ട താരയുടെ വീട്ടുകാർക്ക് അവനെ കുറ്റപ്പെടുത്താൻ തോന്നിയില്ല. നമുക്ക് കണ്ടുപിടിക്കാമെന്ന് വീണ്ടും വീണ്ടും അവനെ ചേർത്ത് പിടിച്ച് താരയുടെ അച്ഛൻ പറഞ്ഞു. വിധു ആ സമയത്തെല്ലാം വല്ലാത്ത ഒരു നിശബ്ദതയിലായിരുന്നു. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും ഒരുപാട് കടന്നുപോയി. പ്രധാന വാർത്തകൾ. KM ഹോസ്പിറ്റലിലെ പ്രശസ്തനായ പീഡിയാട്രീഷ്യനായ ശ്യാം ഡോക്ടർ മയക്കുമരുന്നുമായി പിടിയിൽ. ഒട്ടേറെ സ്ത്രീകളെ മിസ്യൂസ് ചെയ്തും സ്ത്രീ പീഡനവും നടത്തിയതായും തെളിയിക്കപ്പെട്ടു. ഒരു കറുത്ത തുണി കൊണ്ട് മുഖംമൂടി ശ്യാം എല്ലാ TV-കളിലും സ്ഥാനം പിടിച്ചു. എല്ലാം അറിഞ്ഞ് ശ്യാമിൻ്റെ അമ്മയുടെ ഹൃദയം നിലച്ചു. വാർത്തകളിൽ ശ്യാമിനെ കണ്ടതും താരയുടെ അച്ഛൻ ഞെട്ടിപ്പോയി. എൻ്റെ മകൾ വിധു എന്ന് അച്ഛൻ ഉറക്കിയാലറി. വിധു ഓടി വന്ന് അച്ഛനരികിലേക്കെത്തി. എന്തു പറ്റി അച്ഛാ? പറ. അച്ഛനിപ്പോ നല്ല സമാധാനം ഉണ്ടാവുമല്ലേ? മകളെയെല്ലാം കെട്ടിച്ചു വിട്ടതല്ലേ? പെൺമക്കളുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ നല്ല മനസമാധാനം ഉണ്ടാകും, സ്വസ്ഥത ഉണ്ടാകും. വിവാഹം കഴിഞ്ഞാലും ഓള് സുഖമായി ജീവിക്കും, പഠിക്കും എന്നെല്ലാം ഇവിടെ ഘോരഘോരമായി പ്രസംഗിച്ചിരുന്നല്ലോ. എവിടെ വിവാഹം കഴിഞ്ഞ് പഠിക്കുന്ന നിങ്ങളുടെ മകൾ? എവിടെ നിങ്ങളുടെ മനസമാധാനം? മോനെ, അച്ഛൻ്റെ ശവത്തിൽ കുത്തല്ലടാ എൻ്റെ മോള്. അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അച്ഛാ, നമ്മുടെ മകളെ നമ്മൾ നോക്കുന്നതിലും നന്നായി ആരും നോക്കില്ല അച്ഛാ. അവളെ വിവാഹം കഴിപ്പിച്ചാൽ സമാധാനം കിട്ടുമെന്ന് ഭാഗ്യം പോലെ ഇരിക്കും. കാരണം കെട്ടുന്നവൻ ആരാണെന്നോ എന്താണെന്നോ ആർക്കും മനസ്സിലാക്കാനാകില്ല. കാരണം മനുഷ്യനെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചക്കയൊന്നല്ലല്ലോ അച്ഛാ ചൂഴ്ന്നു നോക്കി നല്ലതാണെന്ന് പറയാൻ. എനിക്കെല്ലാം മനസ്സിലായി മോനെ, എൻ്റെ തെറ്റ്. എന്നെപ്പോലുള്ള അച്ഛനമ്മമാർ എന്തായാലും ഒരുപാട് ശ്രദ്ധിക്കണം. പെൺമക്കളെ പഠിപ്പിച്ച് ജോലിയാക്കിയതിന് ശേഷം സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രമേ വിവാഹം കഴിപ്പിക്കാൻ പാടുള്ളൂ. നമ്മുടെ മക്കളെ നമ്മൾ നോക്കുന്നത് പോലെ ആരും നോക്കില്ല. പക്ഷെ മോനെ, എൻ്റെ മോള് എവിടെയാണ്? ജീവനോടെ ഉണ്ടോ? അവൾക്ക് എന്താ പറ്റിയേ? എനിക്ക് പേടിയാവുന്നു. അച്ഛൻ പേടിക്കണ്ട. കാരണം അവൾ ഈ വിധുവിൻ്റെ പെങ്ങളാണ്. പെങ്ങളെന്നാൽ മകൾക്ക് തുല്യമാണ്.
അന്ന് രാത്രി ഇതെല്ലാം താര അറിഞ്ഞിരുന്നു. ഭയന്ന് വിറച്ച് മരിക്കാൻ ശ്രമിച്ച അവൾ എന്നെ വിളിച്ചിരുന്നു മരിക്കാൻ ശ്രമിക്കുന്നതിന് തൊട്ടു മുമ്പ്. പെട്ടെന്ന് എനിക്കൊന്നും ചെയ്യാൻ അറിയുമായിരുന്നില്ല. ഉടനെ അവളോട് അത്യാവശ്യം വേണ്ട സാധനങ്ങളെടുത്ത് വേഗം ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞിരുന്നു ഞാൻ. അവളെ ഞാൻ ബാംഗ്ലൂരിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എത്തിച്ചു. അവിടെ പഠിക്കാനുള്ളതെല്ലാം ശരിയാക്കി കൊടുത്തു. അവൾക്ക് പഠിക്കാൻ കാശിന് വേണ്ടിയാണ് അന്ന് ഞാൻ പാർട്ട് ടൈം ജോബിന് ചേർന്നത്. പഠിത്തത്തിന് ശേഷം ജോലി ആയതോടെ ഞാൻ ശ്യാമിന് കൊടുക്കാനുള്ള തിരിച്ചടിക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടിരുന്നു. അവൻ്റെ മുറിയിലും ആശുപത്രിയിലും എല്ലാം മയക്കുമരുന്ന് കൂടി കൂടെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. മാത്രമല്ല എൻ്റെ സുഹൃത്തായ CI സൂര്യൻ അവൻ്റെ സഹായം കൂടി ആയതോടെ ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണുനീർ ഇന്നത്തോടെ തുടയ്ക്കാനായി. എൻ്റെ പെങ്ങൾക്ക് ഞാനെന്ന ആങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒത്തിരി പെൺകുട്ടികളുണ്ട് അവൻ്റെ വലയിലായി. അവർക്ക് വേണ്ടി എല്ലാം എനിക്കിത് ചെയ്യണമായിരുന്നു. അവൻ്റെ വലയിൽ ഒരിക്കൽ കുടുങ്ങി രക്ഷപ്പെട്ട ഒരു കുട്ടിയുണ്ട്, വേദിക. അവളുടെ സഹായവും എനിക്കുണ്ടായിരുന്നു. എനിക്ക് എല്ലാം മനസ്സിലാക്കാനും വേണ്ടത് ചെയ്യാനും എല്ലാം കഴിഞ്ഞു. പെൺകുട്ടികളെ പ്രണയം നടിച്ച് കൂടെ കൂട്ടി വെർജിനായ പെൺകുട്ടികളെ കയറ്റി അയക്കലാണ് അവൻ്റെ പ്രധാന ജോലി. നമ്മുടെ താരയും 10 ദിവസങ്ങളിൽ കയറ്റി അയക്കുന്ന പെൺകുട്ടികളെ ഒരാളാക്കി അവൻ മനസ്സിൽ കണ്ടിരുന്നു. അച്ഛൻ പേടിക്കണ്ട, അവൾ എൻ്റെ സുഹൃത്ത് ഹരിയുടെ വീട്ടിലാണ്. ഹരിയുടെ അമ്മയും പെങ്ങളും അവളെ ഒത്തിരി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവളെ നോക്കിയത്, അവളെ ഓക്കെ ആക്കിയത്. അന്നത്തെ ആ രാത്രിക്ക് ശേഷം അവൾ പൂർണ്ണമായും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു, ഡിപ്രഷനിലായിരുന്നു. പല രാത്രികളിലും അവളെ അവൻ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നത്രേ. എല്ലാം അറിഞ്ഞ് ഹരി ഞാൻ പറഞ്ഞ വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവനും അവൻ്റെ സഹോദരി ഗ്രീഷ്മയും ചേർന്നാണ് അവളെ വന്ന് കൊണ്ടുപോയത്. രാത്രി പുലരുമ്പോഴേക്കും അവൾ ബാംഗ്ലൂരിലേക്ക് എത്തിയിരുന്നു. അവിടെ ഗ്രീഷ്മയ്ക്കൊപ്പം അവൾ അവളുടെ പഠനം തുടർന്നു. ഡിഗ്രി പോലെ തന്നെ അവൾ യൂണിവേഴ്സിറ്റി ടോപ്പറായി MCA വിജയിച്ചു. ഇപ്പോൾ ഹരിയുടെ കമ്പനിയിൽ ഗ്രീഷ്മയ്ക്കൊപ്പം താരയും ജോലി ചെയ്യുന്നു. താരയും കൂടി ചേർന്നതോടെ അവൻ്റെ ബിസിനസ് പുതിയ തരത്തിലുള്ള വളർച്ചയിലാണ്. ഇന്ന് അവൻ്റെ സഹായത്തോടു കൂടി ഞാനിവിടെ ബിസിനസ് തുടങ്ങിയത്. ഹരിക്ക് നമ്മുടെ താരയെ ഇഷ്ടമാണ് അച്ഛാ. പക്ഷേ അവനത് പറഞ്ഞിട്ടില്ല. കാരണം ഒരു വിവാഹവും അതുണ്ടാക്കിയ മുറിവും അവൾക്ക് വല്ലാതെ ഇപ്പോഴും വേദനിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ താരയെ കാണാനായി താരയുടെ അച്ഛൻ ബാംഗ്ലൂരിലേക്ക് ഹരിയുടെ വീട്ടിലേക്ക് തിരിച്ചു. അവളെ കണ്ടതും ചേർത്ത് പിടിച്ച് ആ അച്ഛൻ മാപ്പ് ചോദിച്ചു. സാരമില്ല, അച്ഛൻ നല്ലത് പ്രതീക്ഷ ചെയ്തതല്ലേ. പക്ഷേ ആരും മനസ്സിലാക്കാത്ത ഒന്നുണ്ട്. പെൺകുട്ടികൾക്കും പഠിക്കാനും ജോലിക്ക് പോകാനും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും അവരും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും ഒരുപാട് അകന്നുപോയി. ജോലിയും തിരക്കുമൊക്കെ ഹരിയുടെ വീട്ടിൽ അവൾ സന്തോഷത്തോടെ കഴിഞ്ഞു. അതിനിടയിൽ ബാംഗ്ലൂരിലേക്ക് താരയുടെ വീട്ടുകാർ താമസമാക്കി. താരയും പതിയെ വീട്ടുകാർക്കൊപ്പം താമസമായി. വിധുവിൻ്റെ ബിസിനസ്സും പതിയെ വളർന്നു തുടങ്ങി. താര, ഇന്ന് ഒത്തിരി വൈകിയല്ലോ, സമയം 8 നമുക്കിറങ്ങാം, ഹരി പറഞ്ഞു. ഗ്രീഷ്മ പോയല്ലോ, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. ഈ രാത്രി ഇനി താൻ ഒറ്റയ്ക്ക് പോണ്ടാട്ടോ. ഹരിയേട്ടന് ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം ഹരിയേട്ടാ, സാരമില്ല. എന്താണോ എന്നോടൊപ്പം യാത്ര ചെയ്താ എന്നോട് ഇഷ്ടം തോന്നുന്ന പേടി കൊണ്ടാണോ എന്നോട് മിണ്ടാത്തതും എൻ്റെ കൂടെ യാത്ര ചെയ്യാത്തതും എന്നെ ഒന്നും നോക്കുക പോലും ചെയ്യാത്തത്? അല്ല, അത് എനിക്ക് അവൾക്കൊന്നും പറയാനാകാതെ തപ്പിപ്പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ താര, താൻ ഓക്കെ ആകുന്നത് വരെ, തനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവരെ, തനിക്കെന്നെ വിശ്വാസമാകുന്നത് വരെ ഞാൻ തന്നെ ശല്യപ്പെടുത്തില്ല, ഒന്നിനും നിർബന്ധിക്കുകയില്ല. എല്ലാവരും ശ്യാമിനെ പോലെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവരല്ല. എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ല, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നവരുമുണ്ട്. എനിക്കറിയാം ഹരിയേട്ടാ, എനിക്ക് പേടിച്ചിട്ടാ. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയല്ല ഞാൻ.
നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടാകും. അതിനെല്ലാം ഭയന്ന് വീണ്ടും ചീത്ത അനുഭവങ്ങളുടെ മാത്രം യാത്ര ചെയ്ത് അത് മാത്രമേ ഇനി ലഭിക്കുള്ളൂ എന്നെല്ലാം വിചാരിച്ച് ഇനിയൊരു നല്ല ജീവിതമൊന്നും ഉണ്ടാകില്ല എന്ന് കരുതി നല്ലൊരു ജീവിതം എന്തിനാടോ താനിങ്ങനെ ഇല്ലാതാക്കുന്നേ? താൻ എൻ്റെ അല്ലേ, എൻ്റെ മാത്രം. നമുക്ക് സ്നേഹിച്ച് ജീവിക്കണ്ടേ? നമ്മുടെ കൂടെ അമ്മയും ഗ്രീഷ്മയും അതിലുപരി തൻ്റെ ഏട്ടനും എല്ലാം ഇല്ലേ? തൻ്റെ ഏട്ടൻ തനിക്ക് വേണ്ടിയല്ലേടോ ജീവിക്കുന്നേ? അന്ന് തനിക്ക് പഠിക്കാൻ വേണ്ട പണം ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടും അവ സമ്മതിക്കാതെ പഠനത്തിനൊപ്പം ജോലിക്ക് പോയി എനിക്ക് പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടതാ. ഇപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങി അതിൽ വിജയിക്കണമെന്ന് വാശി, അതിന് കാരണവും അവൻ്റെ അനിയത്തിക്ക് വേണ്ടി മാത്രമാണെന്ന് കാരണമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിജയമാണ് വിധുവിന്. അത് കാരണം അതിന് കാരണം എന്താണെന്നറിയോ? എന്നും സ്വന്തം പെങ്ങളെ സംരക്ഷിക്കണമെന്ന ചിന്ത. പണ്ട് അച്ഛൻ വിവാഹം ഉറപ്പിച്ചപ്പോൾ സംരക്ഷിക്കാൻ അവന് കഴിയാതെ പോയ അവസ്ഥ ഇനി ഉണ്ടാകരുതെന്ന് കരുതിയാണ് ആ ചിന്തയാണ് അവനെ വിജയത്തിലെത്തിച്ചത്. താരയ്ക്കറിയാലോ ഗ്രീഷ്മയും വിധുവും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന്. തനിക്കൊരു ജീവിതമായാലേ ഗ്രീഷ്മ അവനെ സ്വീകരിക്കൂ. അത് ഗ്രീഷ്മയ്ക്ക് നിർബന്ധമാണ്. അതുകൊണ്ടെങ്കിലും താൻ തൻ്റെ ഭയം മറന്ന് എൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിക്കൂടെ? അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് താരയുടെയും ഹരിയുടെയും വിധുവിൻ്റെയും ഗ്രീഷ്മയുടെയും വിവാഹമാണ്. സന്തോഷത്തോടെ പുതിയ ജീവിതത്തിലേക്ക് താര കാലെടുത്തു വച്ചു. വിധു അവൻ്റെ അനിയത്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നും ഈ ഏട്ടനുണ്ടാവും എൻ്റെ അനിയത്തിക്ക് ധൈര്യമായി എന്ന് വിധു പറഞ്ഞതും ഗ്രീഷ്മ അരികിൽ വന്ന് പറഞ്ഞു, ഇങ്ങനെ അനിയത്തിയെ സ്നേഹിക്കുന്ന ഈ ചേട്ടനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് എന്ന്. അനിയത്തിയെ സ്നേഹിക്കുന്ന ഈ ചേട്ടൻ എന്നും താരയുടെ ഭാഗ്യമാണ് കേട്ടോ. എന്ന് കരുതി എൻ്റെ ഏട്ടന് എന്നെ ഇഷ്ടമില്ല എന്ന് കരുതരുത് കേട്ടോ. നിന്നെ എപ്പോഴും രക്ഷപ്പെടുത്തുന്നു, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു. നിന്റെ ഈ വിധുവേട്ടനുള്ളപ്പോൾ നീ ഒന്നിനും പേടിക്കേണ്ട താര. പിന്നെ എൻ്റെ ഹരിയേട്ടൻ പൊന്നുപോലെ നിന്നെ നോക്കിക്കോട്ടു കേട്ടോ, നീ പേടിക്കണ്ട കേട്ടോ താര എന്ന് ഗ്രീഷ്മ താരയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ജീവിതത്തിൻ്റെ കരിപുരണ്ട കാലഘട്ടങ്ങളെ മായ്ച്ചുകൊണ്ട് അവൾ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. ഭയമില്ലാതെ തണുത്ത മനസ്സോടെ അവളൊരു ഗ്ലാസ് പാലുമായി ഹരിയുടെ ജീവിതത്തിലേക്ക് വലതുകാൽ വെച്ച് ആ മുറിയിലേക്ക് കയറുമ്പോൾ ഹൃദയം പടപടാന്നിടിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഹൃദയത്തിൻ്റെ പ്രണയം മനസ്സിലാക്കിയ താരയുടെ ഹൃദയത്തിൻ്റെ മിടിപ്പായിരുന്നു അത്. താര, താൻ പേടിക്കണ്ട കേട്ടോ, തനിക്കെന്നെ വിശ്വാസമായിട്ട് മതി നമുക്കൊരു ജീവിതം എന്ന് പറഞ്ഞ് ഹരി പിന്തിരിയുമ്പോൾ താര ഹരിയുടെ കൈ പിടിച്ചു. എനിക്ക് ഹരിയേട്ടനെ വിശ്വാസമാണ്. ഈ വീട്ടിൽ ഞാൻ ആരുമല്ലാതെ ഒന്നുമല്ലാതെ വന്ന നാൾ മുതൽ എനിക്ക് ഈ കയ്യിൽ നിന്നും കിട്ടിയ സ്നേഹത്തിൻ്റെ ചൂടും ധൈര്യത്തിൻ്റെ ഉറപ്പും എൻ്റെ അച്ഛനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ഏട്ടൻ ധൈര്യമായി ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോഴും പേടിയായിരുന്നു. ഏത് പുരുഷനെ പേടിയായിരുന്നു, സംശയമായിരുന്നു താരയ്ക്ക്. പക്ഷേ എല്ലാം ഹരിയേട്ടൻ്റെ പ്രവൃത്തിയിലൂടെ മാറ്റിയെടുത്തു. എന്നോട് ഇഷ്ടം പറഞ്ഞപ്പോഴും ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോഴും വീണ്ടും ആ ഇഷ്ടത്തോടെ തന്നെ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന്, പഠിക്കാൻ വേണ്ട ധൈര്യം തന്ന്, പഠനം കഴിഞ്ഞതോടെ ജോലിയിലേക്ക് എന്നെ തിരിച്ചതും എൻ്റെ ഏട്ടൻ്റെ ഒപ്പം നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും എല്ലാം എനിക്കൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. ഒരു സഹോദരിയായും കൂട്ടുകാരിയായും ഗ്രീഷ്മയും സ്വന്തം പോലെ ഹരിയേട്ടൻ്റെ അമ്മയെ എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ പുതിയൊരു ലോകവും ജീവിതവും എനിക്ക് കിട്ടുമായിരുന്നു. ഹരിയേട്ടനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഹരിയേട്ടനെ ഒത്തിരി ഇഷ്ടമാണ് ഹരിയേട്ട. പക്ഷെ ഒരു രണ്ടാം കെട്ടുകാരിയല്ലേ ഞാൻ എന്ന ചിന്തയും ഇനിയും ചതിക്കപ്പെടുമോ എന്ന ആവശ്യമില്ലാത്ത ചിന്തയും എന്നെ ഈ 4 വർഷക്കാലവും ഹരിയേട്ടനിൽ നിന്ന്
അകറ്റിയത്. ഇല്ല, ഇനിയും ഈ താര ഹരിയേട്ടനെ അകറ്റില്ല. കാരണം ഈ മനസ്സ് മുഴുവനും എനിക്കറിയാം. അതുപോലെ എല്ലാ പുരുഷന്മാരും ഒരുപോലെ അല്ല എന്നും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എൻ്റെ ഏട്ടനും ഗ്രീഷ്മയും എന്നും സന്തോഷത്തോടെ ജീവിക്കട്ടെ. നമ്മളും അല്ലേ ഹരിയേട്ടാ? ഇതെല്ലാം കേട്ട ഹരി സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു, കെട്ടിപ്പിടിച്ചു, മുറുകെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവളുടെ നെറുകിൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ മുത്തി, വീണ്ടും വീണ്ടും മുത്തി. അവളുടെ കടന്നുപോയ ആ കറുത്ത ദിനങ്ങളെ മായ്ച്ചു കളയുന്ന രീതിയിൽ അവൻ്റെ പ്രണയം ചേർത്ത് വയ്ക്കുമ്പോൾ അവൾ അറിയുകയായിരുന്നു എല്ലാ പുരുഷന്മാരും ഒരുപോലെ അല്ല എന്ന്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ഹരിയേട്ടാ ദേ ഞാൻ കല്യാണത്തിന് വരുന്നില്ല കേട്ടോ. എന്താണ് ഭാര്യ വരാത്തെ? ദേ ഹരിയേട്ടൻ്റെ ഈ കാന്താരി മുളക് ഉണ്ടല്ലോ, അവളെ ഞാൻ റെഡിയാക്കിയതാ. എന്നിട്ട് അവൾ മിഠായി കഴിച്ച് അവളുടെ ഡ്രസ്സിലാക്കി, ദേ ബാക്കിയുള്ളത് എൻ്റെ ഡ്രസ്സിലാക്കി. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഹരിയേട്ടാ. അച്ചോടാ, എൻ്റെ ഭാര്യയ്ക്ക് ദേഷ്യം വന്നോ? എവിടെ എൻ്റെ പൊന്നു? അച്ഛയുടെ പൊന്നു. ഓ, അച്ഛയുടെ പൊന്നു ഡ്രസ്സിൽ മൊത്തം മിഠായി ആക്കിയോ? ശാരില്ല കേട്ടോ, അച്ഛനെ ഇതെല്ലാം വൃത്തിയാക്കി പുതിയ ഡ്രസ്സ് ഇട്ട് തരാം എന്ന് പറഞ്ഞ് ഹരി പൊന്നുവിനെ കുളിപ്പിച്ച് പുതിയ ഡ്രസ്സ് എടുപ്പിച്ച് അമ്മയ്ക്ക് കൊണ്ടുകൊടുത്ത് തിരികെ റൂമിലേക്ക് വന്നു. എന്താ ഭാര്യ, ഈ മുഖം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലല്ലോ. ഇനി എന്താ, ഈ അമ്മയും എൻ്റെ പൊന്നുകുഞ്ഞിൻ്റെ അമ്മയെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി തരട്ടെ? അവനൊരു കുറുമ്പോടെ പറഞ്ഞു. ദേ ഹരിയേട്ടാ, ചിണുങ്ങാതെ പോകുന്നുണ്ടോ? അവൾ കപട ദേഷ്യത്തോടെ പറഞ്ഞു. ചിണുങ്ങുന്നതല്ലാന്നേ, ശരിക്കും പറഞ്ഞതാ. എൻ്റെ ഭാര്യയെ പതിയെ ഒന്ന് ഫ്രഷാക്കി സുന്ദരിയാക്കി തരാന്നേ. ആദ്യയിൽ ചുണ്ടിൽ ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ട് തരാം എന്ന് പറഞ്ഞ് ഹരി അവളുടെ അധരത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അവളുടെ ചുണ്ടുകൾ ചുവന്നു തൊടുത്തതും പതിയെ അവൻ ചെവിയിൽ പറഞ്ഞു. ഇപ്പോൾ ചുണ്ടിൽ ലിപ്സ്റ്റിക് ആയിട്ടുണ്ട് കേട്ടോ, ഇനി ഒന്നുകൂടി സുന്ദരിയാക്കി തരട്ടെ എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ പ്രണയത്തിൽ അവൾ അലിഞ്ഞു ചേർന്നു. കൂടുതൽ ശോഭയോടെ അവൻ്റെ പ്രണയത്താൽ അവൾ തിളങ്ങി. തുടർന്ന് അവർ രണ്ടുപേരും റെഡിയായി താഴേക്ക് വരുമ്പോൾ കാണുന്നത് വിധുവും ഗ്രീഷ്മയും റെഡിയായി നിൽക്കുന്നതാണ്. ഒപ്പം അവരുടെ മകനുമുണ്ട്, ആദി എന്ന ആദിദേവ്. 3 വയസ്സുള്ള ആദിദേവും 2 വയസ്സുള്ള പൊന്നു എന്ന ആദിലക്ഷ്മിയും ഒരുമിച്ച് കളിക്കുന്നു. ഒരുമിച്ച് ഇറങ്ങി വരുന്ന ഹരിയെയും താരയും കണ്ടതോടെ സന്തോഷത്തോടെ നോക്കി നിന്നു വിധുവും ഗ്രീഷ്മയും. എന്നിട്ട് പതിയെ ഹരിക്കരികിലേക്ക് വിധു എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു മകളെ ഒരുക്കി കഴിഞ്ഞ് ഭാര്യയെ ഒരുക്കാൻ ഹരി പോയിട്ടുണ്ടെന്ന്. വിധു ഒരു ആക്കിച്ചിരിയോടെ പറഞ്ഞതും ഹരി പറഞ്ഞു, എടാ ആക്രാന്തം മൂത്ത് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ആനിവേഴ്സറി ആകുമ്പോഴേക്കും എൻ്റെ പെങ്ങൾക്ക് കൊച്ചിനെ കൊടുത്തവനല്ലേടാ നീ. നീ എന്നെ ആക്കാൻ വരണ്ട. അല്ല പിന്നെ. ഇത് കേട്ട് വിധു ചൂളിപ്പോയി ഒരു ഇളി കൊടുത്തു. അത് കേട്ട് ഗ്രീഷ്മ ഹരിയെ നോക്കി പേടിപ്പിച്ചു വിധുവിനെയും. ഇവരുടെ മുഖഭാവം കണ്ട് ഒന്നും മനസ്സിലാകാനാകാതെ പാവം താര നോക്കി നിന്നു. അപ്പോഴും ആദിയും പൊന്നും നല്ല കളിയിലായിരുന്നു. പൊന്നു വീഴാൻ പോകുമ്പോൾ ആദ്യ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവരുടെ അമ്മ പറഞ്ഞു, പൊന്നു ഇന്നും ആദിയുടെ കയ്യിൽ സുരക്ഷിതയായി ഇരിക്കട്ടെ അല്ല മക്കളെ? ഉടനെ ഹരി അത് കേട്ട് പറഞ്ഞു, അതെല്ലാം അവർ തീരുമാനിക്കട്ടെ അമ്മേ. എന്തായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവർ പഠിക്കട്ടെ, സ്വന്തം കാലിൽ നിൽക്കട്ടെ, സമൂഹത്തിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കട്ടെ അല്ലേ വിധു? അതെ അളയാ. വിധു ഹരിയെ ചേർത്ത് പിടിച്ചു. ഹരി താരയെ ചേർത്ത് പിടിച്ചു. വിധു ഗ്രീഷ്മയും ചേർത്ത് പിടിച്ചു. ശേഷം അവരിലേക്ക് അവരുടെ അമ്മയെ ചേർത്ത് പിടിച്ചു. അവരെല്ലാം ഒരുമിച്ച് നിന്ന് ആദിയുടെയും പൊന്നുവിൻ്റെയും കളി കണ്ടു നിന്നു. ഓടിക്കളിക്കുമ്പോഴും അവൾ വീഴാതെ, വീഴാൻ പോകുമ്പോൾ സൂക്ഷ്മതയോടെ ചേർത്ത് പിടിക്കുന്ന ആദിയെ കാണുമ്പോൾ താരയുടെ മനസ്സിൽ ഓർമ്മ വരും. ആ രാത്രിയിൽ ആദിയെ ആ ഇരുട്ടിലേക്ക് പോകുമ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് താര ഈ താൻ ഉണ്ടാകില്ലായിരുന്നു എന്ന്. മാത്രമല്ല ആ കത്തിയാൽ സ്വയം തീർക്കുമായിരുന്നു എന്ന്. വിവാഹം ഒന്നിൻ്റെ അവസാനമല്ല, ജീവിതത്തിൻ്റെ പുതിയ തുടക്കമാണ്. പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ആ പ്രശ്നങ്ങളിൽ നിന്നും
അവൾക്ക് ഉയർത്തെഴുന്നേൽക്കാനും പ്രവർത്തിക്കാനുമുള്ള ധൈര്യം കിട്ടണമെങ്കിൽ അവൾക്ക് വിദ്യാഭ്യാസം വേണം, ജോലി വേണം, സമൂഹത്തിൽ തലകുനിക്കാതെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ധൈര്യം വേണം. ഓരോ സ്ത്രീക്കും ആ ധൈര്യം കിട്ടുന്നത് അവളുടെ വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ്. ഓരോ പെൺകുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കാതിരിക്കുക.